ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു കിഡിലൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ കുക്കിംഗ് അറിയാത്തവർക്ക് വരെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ നമുക്ക് എടുത്തു വെക്കാം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ്, അതിൻ്റെ 4 വശവും കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതായത് 2 പീസ് വെച്ചിട്ടാണ് ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് ഈ ട്രെയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓരോ ലെയറായിട്ടുള്ള ബ്രെഡാണെങ്കിലും അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. ഈ പഞ്ചസാര നമുക്ക് എന്നിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് തോന്നുവേ. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. സാവധാനം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പാലൊഴിക്കുമ്പോഴേക്കും പഞ്ചസാര ഇനി ഇച്ചിരി റഫായിട്ടായിട്ടോ ഇരിക്കുക. അതൊരു 5 മിനിറ്റ് വരെ ഇങ്ങനെ തിളപ്പിക്കുമ്പോഴേക്കും ആ പാലായിട്ട് നന്നായിട്ട് യോജിച്ച് വരും കേട്ടോ. ഇനി ഇത് ഒരു നേരെ ചൂടോട് തന്നെ നമുക്ക് ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്ര പീസ് ബ്രെഡാണോ എടുക്കുന്നത് ആ ബ്രെഡ് മുഴുവൻ കുതിരാൻ കണക്കാക്കിയിട്ടുള്ള പാല് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഒരു സോസ് പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് ഞാൻ പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ പാലിലേക്ക് സാവധാനം ഒഴിച്ചു കൊടുത്ത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ കസ്റ്റേർഡ് ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ലിറ്റർ പാലും കൊണ്ടാണ് കേട്ടോ കസ്റ്റേർഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാനത് പകുതി മാറ്റി വെച്ചത്. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. ഇപ്പോൾ അതില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെറീസോ നട്ട്സോ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.